ഇടുക്കി അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിനെതിരെ വീണ്ടും പ്രതിഷേധം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വൃദ്ധ ദമ്പതികളായ ഓമനയും ഭർത്താവ് ശിവദാസനുമാണ് ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് എഴുതിവെച്ച് പ്രതിഷേധിക്കുന്നത്. പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയ്ക്ക് മുന്നിലാണ് സമരം. അടിമാലി കുളമാങ്കുഴി ആദിവാസി കോളനിയിലെ താമസക്കാരായിരുന്ന ഇവർ വന്യമൃഗശല്യം മൂലം ജീവിതം പ്രതിസന്ധിയിലായതോടെ പഞ്ചായത്ത് അമ്പലപ്പടിക്ക് സമീപം അനുവദിച്ചു നൽകിയ ഈ പെട്ടിക്കടയിലാണ് താമസം. ആകെയുണ്ടായിരുന്ന ആശ്രയം ഓമനയ്ക്ക് കിട്ടിയിരുന്ന വികലാംഗ പെൻഷനും ശിവദാസന് ലഭിച്ചിരുന്ന വാർദ്ധക്യ പെൻഷനുമായിരുന്നു. ഇത് നിലച്ചതോടെ ജീവിതം വഴിമുട്ടി. മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് ദയാവധത്തിന് തയ്യാറെന്നുള്ള ബോർഡ് എഴുതി വെച്ച് പ്രതിഷേധം ആരംഭിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിയെടുക്കാൻ പറ്റൂല. ഈ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലും ഇല്ല. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായത്. ആ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലും ഞങ്ങൾക്ക് മാർഗമില്ലാതെ ആയില്ലേ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കുടുംബത്തിന്റെ ദുരവസ്ഥ പുറം ലോകത്തറിഞ്ഞതോടെ സഹായവുമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ എത്തി. പെൻഷൻ ലഭിക്കുന്നതുവരെ 1600 രൂപ എല്ലാ മാസവും എത്തിച്ചു നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. ഇവർക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നതുവരെ കൃത്യമായും ഒരാളുടെ പെൻഷൻ തുകയായ 1600 വീതം ഇവർക്ക് സർക്കാർ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അനുവദിക്കുന്നതുവരെ ഇവർക്ക് നൽകും. BJP പ്രവർത്തകരും 1600 രൂപ പെൻഷനും ഭക്ഷ്യക്കിറ്റും എത്തിച്ചു നൽകി. അതേസമയം CPIM പ്രവർത്തകരെത്തി 1000 രൂപ നൽകി ബോർഡ് എടുത്തു മാറ്റുവാൻ ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. ഇന്നലെ വന്ന് ആ ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റി വയ്ക്കാൻ പറഞ്ഞു. 1000 രൂപയിൽ നിന്നു. അപ്പോൾ ഫ്ലെക്സ് എന്തായാലും മാറ്റാൻ എനിക്ക് തീരുമാനമില്ല, എന്നാൽ മാറ്റുന്നുമില്ല. വിവിധ സംഘടനകളടക്കം സഹായവുമായി എത്തുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഈ വൃദ്ധ ദമ്പതിമാർ. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.